23 സങ്കീർത്തനം 4 വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഭയം നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളാണ്. മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ കൂച്ചുവലങ്ങിടുന്ന ശക്തിയാണ് ഭയം. നിസ്സാരമായി ചെയ്യാൻ കഴിയുന്ന കാര്യം പോലും ചെയ്യാൻ അനുവദിക്കാതെ തളർത്തുന്ന ശക്തിയാണ് ഭയം. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പേ പരാജിതനാക്കുന്ന ശക്തിയാണ് ഭയം. സത്യമായ കാര്യങ്ങളെ തിരിച്ചറിയാനാകാതെ കണ്ണുകൾ കുരുടാക്കുന്ന ശക്തിയാണ് ഭയം. സത്യം പറയാൻ അനുവദിക്കാതെ വ്യാജം പറയാൻ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് ഭയം. ഭയത്തെ ജയിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാവുകയില്ല. എത്ര പരിചയസമ്പത്തുള്ള വ്യക്തിയും ചില നേരങ്ങളിൽ സമ്മർദ്ദത്തിലാകാം. പിരിമുറുക്കം എത്ര ധീരനായ വ്യക്തിക്കും ചില നേരങ്ങളിൽ ഉണ്ടാകാം. ആത്മവിശ്വാസത്തിൻ്റെ നെറുകയിൽ നിന്ന് നിസ്സഹായതയുടെ അഗാധതയിലേക്ക് നിപതിച്ചെന്ന് വരാം. എന്നാൽ ഇവയെല്ലാം ഭയത്തിൻ്റെ പ്രാരംഭ മേഖലകൾ മാത്രമാണ്. അവയെ വളരാൻ അനുവദിക്കുമ്പോഴാണ് ഭയം ഭരണമേറ്റെടുക്കുന്നത്. വേഗത്തിലും കൃത്യസമയത്തും ഈ പ്രാഥമിക ഘട്ടങ്ങളിൽ അതിജീവിക്കുകയും പുറത്തു വന്ന് ശക്തി ആർജിക്കുകയും ചെയ്തില്ലെങ്കിൽ ഭയം അതിൻ്റെ കൂരിരുളിൻ്റെ പുതപ്പ് കൊണ്ട് പൂർണ്ണമായും പൊതിയും. ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില അതിജീവന ചിന്തകളൊക്കെ സഹായത്തിനായി എത്തിയാൽ ഭയത്തിൻ്റെ ഓടാമ്പലുകൾ തകർത്ത് മുന്നേറാനാകും. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ. കൂടെ ആരുമില്ലാത്ത നേരത്തും ഒരു ദൈവപൈതൽ ഏത് ഭയത്തെയും അതിജീവിക്കും. അതിന് കാരണം ശക്തവും പ്രസിദ്ധവുമായ ഈ തിരുവചനത്തിൽ കാണുന്ന ആത്മീയ യാഥാർത്ഥ്യം അനുഭവിക്കുന്നതിനാലാണ്. ആ വാഗ്ദത്തം, ദൈവം, എൻ്റെ ഇടയനായ ദൈവം, ഏത് കൂരിരുൾ താഴ്വരയിലും എന്നോട് കൂടെയിരിക്കുന്നു എന്നതാണ്. ദൈവം കൂടെയിരിക്കുക മാത്രമല്ല, അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ആശ്വസിപ്പിക്കുക എന്നതിനർത്ഥം കേവലം സാന്ത്വനിപ്പിക്കുക എന്നതിനപ്പുറം പ്രത്യാശ പകരുക, ധൈര്യം നിറയ്ക്കുക, ശക്തി പകരുക എന്നൊക്കെയാണ്. ദൈവത്തിൽ നിന്ന് ആശ്വാസം നമ്മിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ഏത് കൂരിരുളിലും നാം ധൈര്യത്തോടെ മുന്നോട്ട് കാൽച്ചുവടുകൾ വയ്ക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.